വീട്ടുവാർത്തയിലേക്ക് വരുമ്പോൾ കേരള കണക്കൻ മഹാസഭയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ മെഡിക്കൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന്റെ മരണത്തിന് കാരണക്കാരായ MK റാം, KT സംഗീത നമ്പ്യാർ എന്നീ അധ്യാപകർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ധർണാ സമരം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് K ശങ്കരന്റെ അധ്യക്ഷതയിൽ നടന്ന സമരം സാമൂഹ്യ പ്രവർത്തകൻ പ്രദീപ് നെന്മാറ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ക്യാമ്പസുകളിൽ നിരന്തരമായി വിദ്യാർത്ഥികൾ നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും റാഗിങ്ങിന്റെ പേരിലുമൊക്കെ ആത്മഹത്യ നടന്നുവരുന്ന സാഹചര്യത്തിൽ രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കണമെന്നും നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായ അധ്യാപകർക്കെതിരെ SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കുകയും കൊലക്കുറ്റം ചുമത്തി എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് മികച്ച കലാലയമായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ മികച്ച യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, രോഹിത് വെമുല എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ സാഗറെ പോലെ വലിയ എഴുത്തുകാരനാവണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ആ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വന്നത്. അവിടെ ഇതേപോലെ തന്നെയാണ് ജാതിയുടെ പേരിലാണ് ഒരു മുളം കയറിൽ രോഹിത് വെമുലയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ രോഹിത് വെമുലയുടെ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഈ 21ാം നൂറ്റാണ്ടിലും എന്റെ ജാതിയാണ് എന്റെ മരണത്തിന് കാരണമെന്ന് ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ് മൺമറഞ്ഞുപോയ രോഹിത് വെമുല. ആ രോഹിത് വെമുല ഈ രാജ്യത്ത് വിടമറിഞ്ഞ് വലിയ പ്രതിഷേധങ്ങൾക്ക് വലിയ അർത്ഥത്തിൽ തന്നെ തീഗോളം ഈ രാജ്യത്ത് ഏൽപ്പിച്ചുകൊണ്ടാണ് രോഹിത് വെമുല പോയത്. ഡോക്ടർ JNC കുത്തനൂർ, T പഴനിമല, A ഉണ്ണികൃഷ്ണൻ, ധർമ്മൻ പട്ടഞ്ചേരി, ഈശ്വരൻ പേഴുങ്കാട്, മണിയൻ കരിപ്പോട, അപ്പുക്കുട്ടൻ മീങ്കര, രാജൻ ഇലമന്നം, കൃഷ്ണൻ പെരുവുമ്പ, പ്രമോദ് നാരായണൻ, കൃഷ്ണൻകുട്ടി ചിറ്റൂർ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.